ചിപ്സ് ഇത് പഴുത്തു പോയി കുറച്ച്. ഹൈ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയാണ് ഈ കാണുന്നത്. ചക്ക വറുക്കാൻ പോകണല്ലേ, ലക്ഷദ്വീപ് ചിപ്സ്. ഓക്കെ, വീണ്ടും ഞാനിത് ഇഷ്ടം പോലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ചക്ക പടർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ടല്ലേ, അല്ലേ? ഇതൊക്കെ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ അതെ ഈ ഒരു സംഭവം ഇല്ലേ, ഇതിൻ്റെ സ്കെയിൽസ്, അത് കുറച്ച് വലിയ സൈസ് ആകുമ്പോൾ ആണ് പറിക്കുന്നത്. കൊണ്ട ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ആ ഓ അത് വേണ്ടേ, ഇതായിനല്ലോ. കയ്യിലൊക്കെ പശ വരും കേട്ടോ, അതാണ് ബുദ്ധിമുട്ട്. അപ്പം ഇവിടെയൊക്കെ ഉണ്ട് സംഭവം. വലിയ ഇൻട്രോ ഒന്നും ചെയ്യാണ്ട് തുടങ്ങിയതാണ് കേട്ടോ. ഉമ്മ ഇന്നലെ മുതൽ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വരയ്ക്കാനപ്പോൾ. എനിക്ക് ഇന്നലെ ഭയങ്കര സ്റ്റൊമക് പെയിൻ ആയിരുന്നു, അപ്പോൾ കഴിഞ്ഞില്ല. ഇതായിപ്പോഴല്ലോ, ഇത് റെഡിയായില്ലേ, ഇത് റെഡിയായില്ലേ? ഓക്കെ, ഉമ്മ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പൊതുവയില്ലേ ഇതിൻ്റെ മുകളിലുള്ളത് ഇങ്ങനെ നമ്മൾ എല്ലാം പറിച്ചെടുത്തിട്ട് പലർക്കും ഇങ്ങനെ നമ്മുടെ കസിൻസിനും നമ്മുടെ നൈബേഴ്സിനും ഒക്കെ കൊടുക്കും. അതിന്ന് ഒരു വിഹിതം നമ്മൾ എടുത്ത് ചിപ്സ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ ഒരു സൈഡിലുള്ളതുണ്ടല്ലോ, നമുക്ക് കൈക്ക് എത്താൻ പറ്റുന്ന സൈഡുള്ളതൊക്കെ ഇങ്ങനെ വെക്കും, എപ്പെങ്കിലും ആവശ്യമില്ല. ഇതിന് പിന്നെ ആരും വേണ്ടല്ലോ, നമ്മൾ വന്ന് പറിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം പറിച്ചെടുക്കും. ഇതൊക്കെ ആയിട്ടുണ്ട്, ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം ഒന്ന്. ഇത് കണ്ടോ, ഇതൊക്കെ നിലത്ത് വീണെടുക്കാൻ. അയ്യോ ഇത് പഴുത്തു പോയി കുറച്ച്. പിന്നെ ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ കയറുന്നില്ല, അതുകൊണ്ട് കാണുന്നില്ല. ഇത് കണ്ടോ, ഓ ഇത് കണ്ടോ, ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ അതാണ് ഞാൻ ഇപ്പം കാണിച്ച്. ഇവിടെ എതിലിൻ ബേബിക്ക് 2 വീടും പൊട്ടിപ്പാ. പിന്നെ വേറൊരു ദിവസത്തേക്ക് അമ്മ അടിപൊളി. ഒരു പഴുത്തത് ഇവിടെ പച്ച, എവിടെ പഴുത്തത്? ഏത്? അയ്യോ, അതിനെ കൂടെ വേറുണ്ടോ? നമ്മുടെ ഇതില്ലേ വർഷത്തിൽ 2 തവണ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് പറിക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ സീസണായപ്പോൾ, കഴിഞ്ഞ വിളവെടുക്കുന്നതിൻ്റെ സമയമായപ്പോൾ ഇതിനൊരു രോഗം ബാധിച്ചിട്ട് മൊത്തത്തിലെന്തോ നമുക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. ഇതിൻ്റെ ഇവിടെ ഇല്ലേ, ചക്കയുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പുണ്ണ് പോലെ വന്നിട്ട് അത് മാത്രം ഇങ്ങനെ പൊടിഞ്ഞു പോയി വീണിട്ടുണ്ട്. എതിലുണ്ട് ഡയപ്പർ ഇട്ടിട്ടാണ് ഉള്ളത് ആള്. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് എതിലിനെ നോക്കട്ടെ. എതിലേ ഹൈ, ഇങ്ങനെ ഇവിടെ ഇവിടെ ഇല്ലേ ഉമ്മമ്മ? എന്നത് ഞങ്ങളുടെ എതിലിന്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പ്ലേ സ്കൂളില്. ഉമ്മമ്മ എതിലിനെ കൊണ്ട് പറിപ്പിച്ചോ, മോൾക്ക് പറിച്ചിട്ട്. അതില്ല ഇല്ല മേമ്മ കാട്ടിച്ചിട്ട് ഈ കോന്നു കിടന്നിനെ കീഴ് ഇതെത്തായ മോക്കു ബാബുസിന് ഇതെത്തുങ്ങ. ഇത് പറിച്ചൂടെ? ഇത് ചിക്ക്, ഇത് പറിക്കണം പോലോ.
നീ അമ്മ കാണിച്ചു. ആ മേലുണ്ടോ? ആ ചായ കുടിപ്പാൻ വിളിക്കുന്നത് ഇതയ്യ ഇയ്യ ഇങ്ങനെ പറ. ഭയങ്കര തിരക്കിലാണ്. ഹോ, ഭയങ്കര തിരക്കിലാണ്. ആ കൂടെ കൊണ്ടിട്ടു. എൻ്റെ അമ്മ. പിന്നെ ഡ്രസ്സിലൊക്കെ കറ എത്തിക്കരുത് കണ്ടി. പശ വേണ്ട കണ്ടി. വേഗം പൊയ്ക്കോ. ഓക്കെ മതി മതി മതിയായതല്ലേ ബേബി? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവിടെ ഇതും പറിക്കോണ്ട. ഓക്കെ, അവിടെ നിന്നോ. മേമ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഉമ്മമ്മയും കുഞ്ഞ്. ഉമ്മമ്മയും നിന്നോ. അപ്പോ ദേ ഏത് ഓക്കെ. ഇവിടെയൊക്കെ ചക്കയുടെ പ്രശ്നം ഇതാണ്. ഭയങ്കര ചവറായിരിക്കും. പക്ഷെ ഭയങ്കര ഓയ് കിട്ടി കിട്ടി കിട്ടി. ആ വാ. അത് സാരമില്ല. അതിനൊക്കെ തുടക്കണേ. ചോറി ഇങ്ങനെ നല്ലോണോ? എതിലിൻ കഴിഞ്ഞ ആകെ ഒന്നു പോരെ. ഇനി പോരെ. ആറ്റുവാവനെ എളുപ്പിച്ചോ. എതിലിൻ എങ്ങനെയുണ്ട്? ഏയ് ഇതില് ഇല ഭയങ്കര ചൊറിച്ചില് വരുന്ന സംഭവമാ. അതിലേക്കാണ് ഇവളെ കറ കൊണ്ട് തുടച്ചത്. അങ്ങനെ നമ്മളിത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ചക്ക വറുക്കാൻ വേണ്ടി പറിച്ചതാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അധികമൊന്നും കായില്ല. ഇനി അറക്കണ്ട പ്ലീസ് പ്ലീസ്. അമ്മക്ക് വേണ്ട. പോയി 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 പോയി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചക്ക ചിപ്സ് ഇല്ലേ? ഇതില് ഇതന്നെ ചക്ക ചിപ്സ് ഇല്ല, ചക്ക പൊരിച്ചതില്ല. ഇത് ഈ രീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ ടെറസൊക്കെ ഈ സംഭവം കാരണമാണ് വൃത്തിയിടാവുന്നത്. പക്ഷെ എന്നാലും ഇത് കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഉമ്മ സമ്മതിക്കാണ്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാത്ത. അപ്പോൾ നമ്മുടെ ചക്ക പറിക്കുന്ന പരിപാടിയൊക്കെ തീർന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചക്ക വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് വീഡിയോ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചക്കയൊക്കെ കുറച്ച് പഴുക്കാൻ വെക്കാം. പഴുത്തിട്ട് നമുക്ക് ചെയ്യുന്ന കുറേ പരിപാടിയുണ്ട്. പഴുത്തിട്ട് നമുക്ക് ഒരു ചക്ക തേങ്ങാപ്പാലിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് ചക്ക പാല് പുളിക്കിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഴുത്ത ചക്ക വേണം അതിന്. അപ്പോൾ ഏതെങ്കിലും ഒരു ചക്കയൊക്കെ ഞാൻ പഴുക്കാൻ വെച്ചിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. എന്താ വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ പച്ചച്ചക്ക വെച്ച് പറ്റില്ല. നല്ല അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് വേണം. പിന്നെ ഇത് നോർമലായിട്ടുള്ള ചക്ക തന്നെയല്ലേ. ഇങ്ങനെ മേലുണ്ടാ. നോർമലായിട്ട് ചക്ക ഇങ്ങനെ നല്ല രീതിയിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരിക്കും. അതിനെ ബേക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഏതൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാനില്ലേ ഇതിൻ്റെ ഈ പരിപാടീസൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ചിപ്സ് ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇതിപ്പോൾ ഈ ചക്ക പറിക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഞാനില്ലേ +2 ടൈമിലൊക്കെ
+2 എക്സാമിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ആ ഒരു സമയത്ത് ഇവിടെ ഇരുന്ന് ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട്, ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അറിയാം, ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു, ഭയങ്കര നൊസ്റ്റു. എതിലിനും പിടിയില്ലല്ലോ അതൊന്നും. വാ കാട്ടിത്തേട്ടോ. ഇവിടെ എന്നെ പിടിയുണ്ട്. ഇതാ നമ്മുടെ വാട്ടർ ടാങ്ക് ഇല്ലേ, വാട്ടർ ടാങ്ക് വരുന്ന ഇവിടെയാ, എന്ന് വെച്ചാൽ വാഷ്റൂമിലേക്കൊക്കെ ഉള്ള ടാങ്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡിൽ എപ്പോഴും നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇല്ലേ അതിൽ നമ്മ എന്നെ ചൂടുവെള്ളം കുളിക്കാത്തതിൽ എപ്പോഴും തണുത്ത വെള്ളമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണ്, നമ്മുടെ ഇതിലിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് പ്ലേ സ്കൂളിലേക്ക് പോകാനുള്ള. നമ്മ പ്ലേ സ്കൂളിലേക്ക് പുറപ്പെടേണ്ട വീഡിയോസ് എല്ലാം എടുപ്പാനെ. ഓക്കെ, ആടെ ഒരു മെമ്മറിക്ക് ആഡാവുന്നു. അപ്പോൾ എതിലിൻ്റെ ഫസ്റ്റ് ഡേയും ആണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് പുള്ളി നേരെ തെളിയിട്ട് കിട്ടും. ഇഷ്ടപ്പെട്ടി ചെക്ക കുറച്ച്. ഇത് കണ്ടോ നമ്മുടെ ചാമ്പക്കയുടെ ഒരു അവസ്ഥ കാണിച്ചു തരട്ടെ. ഇത് നോക്കിക്കേ, എലി വന്ന് തിന്നിട്ട് പോയെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കറുത്ത കളറില്ലേ, ഇതൊക്കെ എന്തൊരു പുഴു അറ്റാക്കിങ് ആണ്. എന്താ അവിടെയൊക്കെ ഒരു ഈച്ച പറന്ന് നടക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഭയങ്കര ഒരു ചൊറിയും പുഴു വന്നിട്ട് ഫുൾ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഇതിലേക്ക് ഫുള്ള് മരുന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് കായ തിന്നാൻ പറ്റില്ല, ഒരു 2 ആഴ്ചത്തേക്ക് കായ തിന്നാൻ പറ്റില്ല. ഇത് നമ്മുടെ ചിക്കു, ഇതിലേക്കും മരുന്നടിച്ചിട്ടുണ്ട്. കാര്യം ഇതിലത്തെ പുഴു അതിലേക്കും കയറി അറ്റാക്ക് ചെയ്തു. ഇത് റഷി നട്ട ഒരു ചാമ്പക്കയാണ് കേട്ടോ, ഈ ചാമ്പമരം. ഇതിന്ന് എടുത്തിട്ടുള്ള ഒരു കമ്പെടുത്തിട്ട് അവനിങ്ങനെ കുഴിച്ചിട്ടപ്പോൾ അത് കിളിർത്ത് വന്നു. അങ്ങനെ അത് റെഡിയായി. അതിന് ശേഷം ഇങ്ങനെ കമ്പ് എടുത്ത് കിളിർക്കാറില്ല അങ്ങനെ ഒന്നും. പക്ഷേ എന്താ സംഭവം എന്നറിയില്ല, ഇതിലത്തെ ഫ്രൂട്ടിനേക്കാളും ഇത് നല്ല ടേസ്റ്റിയാണ്. അത് അവിടെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. ഈ ചാമ്പയ്ക്ക വേറൊരു ടൈപ്പ് ചാമ്പയ്ക്കയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ദേ ഇവിടെ ഒരു ചാമ്പക്കയുടെ ഒരു കൊലയുണ്ട്. ഓക്കെ, ഇതിൽ മുകളിൽ കയറിയിട്ടുണ്ട്. ഞാൻ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. എതിലിൻ ഇതെന്നീ സംഭവം? ഓക്കെ, അപ്പൊ എല്ലാരോടും ബൈ ബൈ ചൊല്ലിക്കോ. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ. എന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ. ഇത് സ്റ്റാർട്ട് പോണില്ലേ? ഓക്കെ, അപ്പോ എതിലിൻ ബൈൻ്റെ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ചെറിയ തട്ടിക്കൂട്ട് വീഡിയോ ആണ്. ജസ്റ്റ് അത് എടുക്കുന്നതുകൊണ്ട് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ, ഒരു പ്ലാനും ചെയ്യാണ്ട് ജസ്റ്റ് എണീറ്റിട്ട് വന്നിട്ട് പറിച്ചതാണ്. അപ്പോൾ അത്രയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.